ഇപ്പൊ എത്താം സ്വർഗത്തോടനെ ഓടയ്ക്കകത്ത്. ഓ മൈ ഗോഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓ ഇവിടുന്ന് വഴി തീർന്നാ. ഹലോ ഗോസ്, നമുക്ക് പുതിയൊരു എല്ലാവർക്കും ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിലടുത്ത് ഓഫ് റോഡ് അടിക്കാൻ പോകണം കേട്ടോ. ആ ഒരു സ്പോട്ട് നമ്മൾ കണ്ടുവച്ചിട്ട് എന്തെന്ന് മരുന്തക്കോട്ടെ മലയരിക അങ്ങനെ എന്തൊക്കെയാണ് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ പോയിട്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് കറക്റ്റ് അറിയാൻ വയ്യ. ഒരു സ്ഥലം നമുക്ക് അങ്ങനെ കിട്ടി, അത് നമ്മൾ തപ്പി അങ്ങോട്ട് ഇറങ്ങാൻ പോകണം. നമ്മളെന്ന് വെച്ചാൽ ഞാനും ലെനു ഉണ്ട് കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരുമെന്ന് അറിയാൻ വയ്യ. വന്നു കഴിഞ്ഞാൽ അവർ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനും ലെനു മാത്രമാണ് കേട്ടോ. നമ്മുടെ 390 എടുത്തുകൊണ്ട് തിരിക്കാൻ പോകണം. പിന്നെ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കില്ലായിരുന്നു. ഡിസംബറിൽ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ ഈ എടുക്കാൻ പോകുന്നത്. ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നൈസിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പരിപാടിയാണ്. ലെനും ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാത്ത സംഭവം വേറെ ഒന്നുമില്ല. ഈ ഡിസംബർ ആദ്യമൊക്കെ ആയപ്പം എല്ലാ വർഷവും അവസാനം ഇങ്ങനെ ചൊറിയൊക്കെ ഉണ്ടാവണേ കേട്ടോ. സംഭവം നമ്മുടെ കൂട്ടുകാരുടെ തന്നെ കുറേ തീട്ടങ്ങളുണ്ട്, വെറും പട്ടി തീട്ടങ്ങളുണ്ട്. അതായത് മദ്യപിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വലിയ ഡോൺ ആവണം, സെറ്റപ്പ് ആവണം, ചീത്തയും വിളിച്ച് ഭയങ്കര ചൊറി ടീം, ആരെങ്കിലുമൊക്കെ തലയിൽ കയറണം, അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ടീം ഒന്ന് തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സംഭവം. ഏകദേശം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ശോകാവസ്ഥയായിരുന്നു കേട്ടോ. മദ്യപിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പുറത്ത് കയറണം എന്നുണ്ട് കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത കേട്ടോ. ഇടാൻ പറ്റുന്ന ശോകാവസ്ഥയായിരുന്നു. അങ്ങനെ ഡിസംബറിൽ ആദ്യമായിട്ട് ഇന്ന് വീഡിയോ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ അവിടെ കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മലമേളിലൊക്കെ വണ്ടി അടക്കം നമുക്ക് നൈസിന് മേളിൽ പോകാൻ പറ്റും. പിന്നെ ഇടയിൽ എന്തോ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം അത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇന്ന് പോകുമ്പം നമുക്കറിയാൻ പറ്റും. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ അതിനകത്തൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട്ടിലാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണത്. ലെനു ഞാനായിട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വെച്ചിട്ട് നമുക്ക് നൈസിന് അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ അങ്ങോട്ട് തിരിക്കാൻ കേട്ടോ. ഡിസംബറിൽ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ മോനെ. പിന്നെ നമ്മളിതിനിടയിൽ വണ്ടി നമ്മുടെ 390 ജസ്റ്റ് ഒന്ന് റീപെയിൻ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മൾ ജനുവരി ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് റീപെയിൻ്റ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്ലാന് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞ വീഡിയോകളിലൊക്കെ പറയാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നൈസിൽ നമ്മുടെ 390 എടുത്തുകൊണ്ട് തിരിക്കാൻ പോകുന്നു. കുറേ ദിവസമായിട്ട് വണ്ടി എടുക്കുകയില്ലായിരുന്നു, എയർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ആണി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ പഞ്ചറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എയർ ഒന്ന് അടിക്കണം. എയർ ഇച്ചിരി കുറവാണ്. എയർ അടിച്ച് സെറ്റാക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് തിരിക്കാൻ കേട്ടോ. ഫുഡൊക്കെ ഒന്ന് കഴിക്കണം, ഒന്ന് സെറ്റ് ആവാൻ റെഡി ആവണം, നേരെ അങ്ങോട്ട് വിടാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ചെറുപ്പടിയിൽ പോകുമ്പോൾ നമ്മുടെ ചലച്ചിത്ര ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൊക്കെ നമ്മൾ ഓഡിഷൻ ചെയ്യാറുണ്ട്. നമ്മൾ റെഡിയായി സെറ്റായി കേട്ടോ. വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് ലെനുവിനിടെ വന്നില്ല. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയി പമ്പിലൊക്കെ പോയി പെട്രോൾ അടിച്ചൊന്ന് സെറ്റായിട്ട് എയറും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അവിടെ ആകുമ്പോൾ ഫ്രീ എയറും കൂടെ കിട്ടുമല്ലോ. എൻ്റെ മോനെ വലയൊക്കെ അടിച്ച് പൊടിയടിച്ചിരിക്കുന്നു. വണ്ടി കഴുകിയിട്ട് കയറ്റി ഇങ്ങോട്ട് വെച്ചതായിരുന്നു. അതുകൊണ്ട് മീറ്ററൊക്കെ ഫുൾ അടിച്ചു പോയ അവസ്ഥയാണ്. മീറ്ററൊക്കെ ഇനി മാറി സെറ്റ് ചെയ്തെടുക്കണം. ഒരിടവും കൊണ്ടുപോകണില്ല. പോടാ. അപ്പോൾ എയർ കുറവായതുകൊണ്ട് വണ്ടി പിടിച്ചിരിക്കുന്നു കേട്ടോ. വിഷം തുടച്ചിട്ട് കൊണ്ടോ. അപ്പോൾ ഭയങ്കര പൊടി. ഓ ഫുള്ള് പൊടിയാണല്ലോ. ചെറിയ രീതിയിൽ തട്ടിക്കുട്ടി തുടച്ചെടുത്തിട്ടുണ്ട്. മണ്ടാറാടാ. ഓ ഓ ഓ ഓ ഓ ഓ ഓക്കേ. പക്ഷെ നമുക്കിപ്പോൾ പോണ സ്പോട്ട് എങ്ങനെയാണ് എന്തെന്നുള്ളത് കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ കേട്ടോ. ജസ്റ്റ് നമ്മൾ പോണതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. ഏത് റൂട്ട് വഴി കയറണം ഒന്നും അറിയാൻ വയ്യ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഏകദേശം പോവും. പിന്നെ ബാക്കി അവിടെ ചെന്ന് കണ്ടുപിടിക്കും. അതാണ് പരിപാടി. ഓക്കെ. ഓ ബാക്ക് എയറില്ലാത്തതുകൊണ്ട് എൻ്റെ തെക്കോട്ട് അങ്ങനെ പോകണം. എടാ നീയേ വീട്ടിലോട്ടോ. ഞാനേ എയർ അടിച്ചിട്ട് വരണം. എയർ കുറവ്. ഓക്കെ. അവൻ്റെ കറണ്ട് വണ്ടി വന്നീ. കറണ്ട് വണ്ടി. ഓ 550. ഓ തുറക്കത്തുണ്ട് ടൈറ്റ്. മുച്ചി പൊട്ടി പോവോ. കുറേ ദിവസമായേ തുറന്നിട്ട്. എൻ്റെ മോനെ ടൈറ്റായ ഓയിൽ ഒടിഞ്ഞിരിക്കുമെന്തോ. അത്രയ്ക്ക് ഭയങ്കര ടൈറ്റ്. വണ്ടി എടുത്തിട്ട് 2 ആഴ്ച കൂടുതലായി. ഈശ്വര ഇതാ. സെറ്റായി. ഓ ഓക്കെ.
ഓക്കെ താങ്ക്സ്. ഓഹ് ഇപ്പം ശരിയായി. ഇനി തുറന്ന് വരുമ്പോൾ റെഡിയാവും ഒരു. ഇനി ഇച്ചിരി എയർ കൂടെ അടിച്ചിട്ട് പോവാം. കമോൺ. ഒരട്ടായി ഞാൻ അടിച്ച തിരിയാണ് ടയറിൽ തെറിക്ക് പോകുമ്പോൾ കയറണില്ലേ. ഫ്ലാറ്റ് ടയറിലിട്ട് അടിക്കാൻ. ഈശ്വര അതെന്തൊരു സാധനം. കയറണോ? ഒരനക്കം ഇല്ലല്ലോ. ഒന്നുകൂടെ നോക്കാം, ഇല്ലെങ്കിൽ കളഞ്ഞിട്ടിപ്പോൾ ഞാൻ പോവും. കയറണം. തോള കയറില്ല. മനുഷ്യൻ്റെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി എനിക്ക് വയ്യ. പോണ വഴിക്ക് അവിടെ നീ അടിക്കാം. അയ്യോ ആരും കണ്ടില്ല എന്നറിയത്. എയർ അടിച്ചതുപോലെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് പോവാം. അയ്യോ വാ പോവാം. നീ വാ കയറ്. ഓമോൺ ലെറ്റ്സ് ഗോ. എടാ എയറൊന്നും അടിക്കണം. ഇവിടെ കമോൺ ഇങ്ങോട്ട് വേടാ. ഞാൻ അടിച്ചോളാം. ഞാൻ മര്യാദയ്ക്ക് അടിക്കാൻ പറഞ്ഞേ. എന്ത് കുരുങ്ങായിരിക്കണം അതിനടുത്ത് മേളിൽ നോക്കിയാ. ഇന്നലെ കുറച്ച് സമയം ഇതാ എടാ എത്തണ്ടേ. അവൻ്റെ തലയിട്ട് കൊട്ടു പറ. ഞാൻ ഇളക്കി വിടും അങ്ങോട്ട്. ഇതാണ് ഏറ്റവും നല്ലത്. നിനക്ക് എതിരാളിയായി പഞ്ചർ ഞാൻ തന്നെ പൊട്ടിച്ച്. എടാ അത് വീട്ടിലെ മറ്റന്ന് കാശ്മീർ ട്രിപ്പ് പോയ സമയത്ത് വാങ്ങി വെച്ചിരുന്ന സാധനം അത് ഇളകി പോവോ? എവിടെ നാക്ക് നീട്ട് കരിനാക്കുണ്ടാന്ന്. പോടാ വട്ടി. ഇവിടെ തമിഴ്നാട് പോണത് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ. കേറ്. അപ്പൊ ശരിയെന്നാ. തമിഴ്നാടെത്തി. ഇതൊക്കെ അതിരുകല്ല്. കേരളത്തിന് തമിഴ്നാട്ടിൽ വസ്തുവുണ്ട് അറിയാമോ? ഏത്? കന്യാകുമാരി അല്ല അണ്ടിക്കണ്ണ. കന്യാകുമാരി കൊടുത്തിട്ടാണ് പാലക്കാട് വാങ്ങിയത്. അങ്ങനെ എന്താണ് പണ്ടത്തെ രാജാക്കന്മാരെന്തോ സെറ്റപ്പിൽ. പക്ഷെ ഇതിൽ വേറെ സംഭവം. കേരളത്തിന് തമിഴ്നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മറ്റേ പത്മനാഭപുരം. ഇവിടെ എന്തിനുള്ള ഇവിടെ കൊട്ടാരമാണ് നമ്മളെ സത്യം. തമിഴ്നാട്ടിൽ വന്നാൽ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കന്യാകുമാരി പോണ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് കയറി. പക്ഷെ നമ്മൾ ചൊക്കനെ കണ്ട്. ഡോയ് സൂണ നിക്കറിന്റെ അടുത്തിറാ പോടാ. സൂണ ഇവാ ചോക്കിട്ട് കൊഞ്ഞനെ കുത്തണം. ചാടി ഇഞ്ഞ് വിഴുന്നുള്ള അവസ്ഥ ആലോചിച്ചോക്ക്. ലെനു ഇറങ്ങി ഒരൊറ്റ ഓട്ടം. പക്ഷെ പോവാൻ പറ്റൂല. പോവാം. ഇവിടെ തൂക്കൂടാ. അവിടെ എന്തിനത്? ഡേയ് അത് ഏണി നടന്ന പോലെ കയറാൻ പറ്റൂല. തൂക്കൂടാ. ഇവിടെ ഇങ്ങനെ കയറാൻ പോണു. ഈശ്വര ഇഞ്ചി മുട്ടായി അതൊന്ന് വന്ന് വീഴും. എന്താണ് ഇവിടെ എന്തിനു പറ്റിയത്? ഇവിടെ ഫുള്ള് ഇടിഞ്ഞു പോയാ? മഴയത്ത് പോയല്ലേ? ഈശ്വര ദൈവമേ. അവിടെ നിന്നൊരു കുത്ത കയറ്റ. ഇത് കയറുവോ? സിമ്പിൾ. അയ്യോ വാങ്ങോട്ട്. ഇന്ന വണ്ടി ഞാൻ വിചാരിച്ച് പ്ലിങ്ങാവുന്നു. വല സൈഡ് ഇട സൈഡ് തിരിഞ്ഞാ പോയി. ഇതാണ് റൂട്ട്. അമ്മേ എന്റെ പൊന്നോ. നീ ഫ്രണ്ട് പിടി, ഞാൻ ബാക്ക് ഓടിക്കാം. ഒരു തൂക്ക് മാത്രം കൊണ്ടുപോകാൻ വണ്ടീനെ. എൻ്റെ പൊന്നോ. അയ്യോ പോവില്ലല്ലേടായി. മലവെള്ളം വന്നിട്ടാണെന്ന് തോന്നുന്നു. റോഡ് എന്തൊരു ഈശ്വര ഇതൊരു അരുവി പോലെ കിടക്കണം കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടതൊന്നും ഇങ്ങനെ അല്ല. നമ്മളിവിടെ നിന്ന് കയറാൻ പോകണം. മാക്സിമം കയറാൻ പറ്റുന്ന അത്രയും കയറാം. നിന്ന് വെക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാട്ടിനകത്തോടെ ആവണം. ഓഹോയ് പോവാൻ പറ്റും കേട്ടോ. വണ്ടിയുടെ അടി ഇടിപ്പിക്കണ്ട. ഫുള്ള് ടാസ്ക് ആയിട്ട് കിടക്കണ്ട. ഇതെന്തൊരിത്?
ഒരു റോഡ് കിടക്കണം കേട്ടോ. അപ്പുറത്തൂടെയാണ് കേട്ടോ അരുവി. അത് ഈ സൈഡിൽ കൂടെ മാറി ഒഴുകിയതാണെന്ന് തോന്നുന്നു. അതുവഴി ഇറങ്ങും, അതുവഴി ഇറങ്ങും. അമ്മേ, എങ്ങോട്ട്? ഇതാണ് വഴിയെന്ന് തോന്നുന്നു. റൂട്ട് കമാൺ. ആരെയും വന്ന് തലേ വേട് വരുമെന്ന്. ഏതാ റബ്ബർ വിളക്കകത്തൂടെ അതാവണം. ലെനുവിൻ്റെ വണ്ടി കൂടെ എടുത്തിരുന്നെങ്കിൽ അവന് ഓഫർ അടിച്ച് സിമ്പിളായിട്ട് നമ്മളെ കൂടെ വരായിരുന്നു. ഇത് വേറെ വഴിയാണോ എന്നൊന്നും അറിയാൻ വയ്യ. ഇനി അവനെ കൂടെ കൊണ്ടുപോകാം. മാക്കാണ് താഴെ നടന്ന് കയറി പറഞ്ഞു. അയ്യോ, ഇതാണോ റൂട്ടൊന്നും അറിയാൻ വയ്യ. താഴെ കയറി പോകണം. ഈ വഴി തീരുന്നവരൊന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. അതാണ് സംഭവം. കമോൺ പോവാം. ഇതൊന്നും അല്ല റൂട്ടെന്നാണ് എനിക്ക് തോന്നണം. പക്ഷെ വഴി അങ്ങോട്ട് കിടക്കണം. ആ ഇറങ്ങാം. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആണ് കേട്ടോ. വണ്ടി തുള്ളി ഞാൻ കയറി വന്നോളൂ. നമ്മളൊന്ന് മാനേജ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. എൻ്റെ പൊന്നോ, ഇതൊഴി പോവില്ല കേട്ടോ വണ്ടി. ഏറ്റവും ഓഫ് റോഡ്. ഡേയ്, വണ്ടി പോവില്ല കേട്ടോ. തകരുന്ന അവിടെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം ചുമ്മാ. നമ്മൾ വണ്ടി ഇതുകൊണ്ട് അവിടെ താഴെ വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി കേട്ടാ. ഇതാണ് വഴി കേട്ടാ. നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയാം. ഭയങ്കര ഉരുളൻ കല്ലും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണക്കാണ്. വഴിയെന്ന് പറയാനില്ല. നമുക്ക് എക്സ്പെൽസോ അതായത് ഓഫ് റോഡ് വല്ല റാലി കിറ്റി കയറ്റിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇല്ലാതെ ഇതിനകത്ത് കയറാനേ പറ്റില്ല. പടി കണക്കാണ്. ഒമ്പത് ടാസ്ക്. ആ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസാനം എൻ്റെ നല്ല രീതിയിലുള്ള എമൗണ്ട് പൊട്ടും. വലിയ പണിയാവും. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇറക്കണില്ല, വണ്ടിയും കൂടെ കയറ്റണില്ല. എൻ്റെ മോനെ എക്സ്ട്രീം സാധനം. റാലി കിറ്റും നല്ല ഹൈറ്റുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി കയറി പോരും. കണ്ട എത്രയും ദൂരം കുത്തനെ ഇറക്കുമായിരുന്നു. അത് അത്രയും ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ സീനില്ല. എൻ്റെ മോനെ ആ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുന്നതല്ല. അതെവിടെ? മുള്ളമ്പന്നിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. തൂക്ക് അതിൻ്റെ മുള്ളു നോക്കിയാണ്. ഒറ്റ കുത്ത് ചങ്ങലൊരു കുത്തു കുത്തി ആള് വടിയാവും. അമ്മാരി നല്ല സ്ട്രോങ് കേട്ടാ. എൻ്റെ പൊന്നു, എൻ്റെ മുന നോക്കിയോ. ഇത്രയും നീളമുണ്ട്. നല്ല ബലമുണ്ട് ഈ സാധനം. അങ്ങനെ കണ്ടാ ഒരുമാതിരി നല്ല ടെമ്പറായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണക്ക്. തണ്ടി ഈ കണക്കിന് അതിൻ്റെ മുള്ളാണ്. ഈശ്വര, കണ്ട വേറെ കിടപ്പുണ്ട് അവിടെ. ലെനു ഇതിൽ നിന്ന് ഒരു മുള്ളു കൊടുത്തോണ്ട് ലെനു മേളിലൂടെ നടന്ന് തൂങ്ങി. നമ്മൾ വന്ന റോഡും വഴിയൊക്കെ തീർന്ന കേട്ടാ. ലെനു പോണോക്ക് കമ്പൊക്കെ കൊണ്ട് വഴി കണ്ടുപിടിച്ച് പോണത്. നീ ഇവിടെ ഇങ്ങനെ കമ്പിൻ്റെ അത്രയുള്ള പെരുമര മൂർക്കനൊക്കെ കാണും ഇവിടെ. എടാ ഇവിടെ എന്തോ നല്ല മണ്ണൊലിപ്പ്, മറ്റേ വെള്ളം ഒലിപ്പിയോ നടന്നിരിക്കുന്നല്ലേ. ഇത് വഴിയിൽ വീഴുന്നല്ലേ? വഴിയിൽ വീഴുന്ന കിടക്കണാണ് തന്നെ ഒടിഞ്ഞു കിടക്കണേ. ഈശ്വര, നമുക്കിന്ന് പോക്ക് വടം നടക്കും തോന്നല്ല കേട്ടാ. വല്ല പാമ്പ് കടി കണ്ട് ചാകേണ്ടിട്ടില്ലെങ്കിൽ. ഇത് വഴിയുണ്ട് കണ്ടാ. ഇവിടെ കൂടെ ഇങ്ങനെയാണ് വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൊന്തക്കാട്, ഈ വലിയ മരം ഒടിഞ്ഞു വീണ് പൊന്തക്കാടായിട്ട് കിടക്കണം. പോകാൻ പറ്റില്ല കേട്ടാ. ലെനു സാറ് പറഞ്ഞിട്ടുണ്ട്. എടാ എന്നെ കണ്ണേ കുത്തല്ല അത് വെച്ച് അവസാനം ആ വാസന അയക്കാറിന് പോകാൻ വേണ്ടി വരും. നമുക്ക് തിരിച്ചിറങ്ങാം. അങ്ങോട്ട് എവിടെയൊക്കെ വ്യൂ പോയിന്റും വലിയ കാടും മലയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് നമ്മൾ എത്തൂല അല്ലേ? തിരിച്ചെത്തിയെന്ന് വരില്ല. നമ്മൾ കയറിയ വഴിയെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. കമോൺ കയറിക്കോ. എന്തോന്ന് ഇറങ്ങണ സിമ്പിളായിട്ട് വരാം. ഇപ്പോൾ ബാക്കിൽ ഒരാളിരിക്കുന്നുണ്ട്. രണ്ട് ടാസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി എണീറ്റ് ഇതിനേക്കാളും സ്പീഡിൽ നമുക്ക് തിരിച്ചിറങ്ങാം. ഇത് അതൊഴി കയറ്റം ഒന്ന് തള്ളി വിറായി. അതൊഴി കയറ്റാം, ജസ്റ്റ് ഒന്ന് തള്ളിയാൽ മതി. ഓക്കെ, തട്ടണോ നോക്കണേ. തട്ടുവോ? ഞാൻ ഇറങ്ങാം. ഓക്കെ, ഇനി കയറാൻ വെയിറ്റ്. ഇനി പോവാം. അമ്മേ, കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടല്ലേ. ഓ മൈ ഗാഡ്.
ഇത് അവിടെ ഒരു അണ്ണായിരിക്കണം. അണ്ണൻ്റെ കൂടെ ചോദിച്ചു നോക്കാം. ലെഫ്റ്റ് തിരിഞ്ഞാൽ വണ്ടി പപ്പടമാക്കി കയ്യിൽ കൊണ്ടുപോകാം. റൈറ്റ് ആണെങ്കിൽ നമുക്ക് തിട്ടയാണ്. ഓ ഇല്ലേ, അത് വഴി കയറ്റാം. ഒരു കാക്കറി കല്ലെടുത്ത് മാറ്റിയായി. അമ്മേ ഓക്കെ. ഓക്കെ സെറ്റ്. ആണോ ഇവിടെ ഈ മരുന്ന് കോട്ട മല അരുവി എന്ന് പറഞ്ഞിട്ട്? ഏത് ജംഗ്ഷൻ? ഓക്കെ ഓക്കെ ശരി. അമ്മജി അങ്ങോട്ട് കയറണ സിമ്പിളാണ്. മരുന്ന് കോട്ട ആണോ? മരുന്ന് കോട്ടയാ? அது அங்க ஒரு சின்ன வாட்டர் ஃபால் எல்லாம் வரும்னு சொன்னா. நீங்க இந்த ரோட் அடுத்த ஸ்டாப் போய் இடது பக்கம் ரோட் போ. அந்த நேரா போகும்போது இப்படி போறலாம். அண்ணா தீர்மானிக்கோ. இடது பக்கம் ஆத்தங்கர ரோட் நேரா போகும்போது திரும்ப ஒரு பாலம் வரும். அங்க ஒரு பாலம், ஒரு டேன் மேல ஒரு டேன். அதுல இடது பக்கம் யார நேரா மேல போறலாம். ஓகே ശരി ശരി. താങ്ക്സ് അണ്ണാ എന്നൊക്കെ പറഞ്ഞു. ശരി വല്ല മനസ്സിലായോ? മനസ്സിലായാ? அந்த பக்கம் போயிட்டு லெஃப்ட் பக்கம் திரும்பி இங்க இந்த பக்கத்திலோடி அங்க போണം അല്ലേ? എടാ കഴുതേ പോടാ. ഇപ്പൊ എത്താം സ്വർഗത്തോടല്ലേ ഓടക്കകത്ത്. കമാൺ. എനിക്ക് സ്ഥലമില്ല. ഇത് എന്നായിരിക്കും? ഇതുകൂടെ പോയി നോക്കാം. പറ്റിയില്ലെങ്കിൽ നമ്മൾ ചുറ്റടിക്കുന്നു, തിരിച്ചു പോകുന്നു. വാറ ഇതുകൂടെ മേളിലെ കൂടെ കോടാ. ഇതാണ് റൂട്ടെന്ന് തോന്നുന്നു. എന്തായാലും തക്കട റോഡുകൾ. ഏയ് എവിടെ പോണ്ടാ? വീട്ടിൽ പോടാ. പ്രൈമ അവിടെ അടിപൊളിയാട്ടോ. ഇവിടെ ഫുള്ള് റബ്ബർ കാട്. മേളിലോട്ട് എവിടെയെങ്കിലും എത്തട്ടെ. പക്ഷെ ജാതിക്കത്തോട്ടത്തെത്തി കേട്ടോ. ടാറൊക്കെ റോഡൊക്കെ തീർന്നു. ഇതിനകത്തുള്ള എന്തോ സാധനം എടുക്കണ്ട. പക്ഷെ ഫുള്ള് ജാതിക്കത്തോട്ടം. ഓഫ് റോഡ് അടിച്ചടിച്ച് താർന്നു കേട്ടോ. ഇഷ്ടം പോലെ സ്പോട്ട്. ഓ ഇവിടെ നിന്ന് വഴി തീർന്നാ. ഇവിടെ വഴി ഇതുവരെ ഉള്ളൂ. അടുത്ത വഴിയും തപ്പി നോക്കാം. അപ്പുറത്തൊരു വഴി കണ്ടായിരുന്നു നമ്മൾ. നമ്മൾ കുറേ ഒരു പൊന്തക്കാട്ടിൽ വലിയൊരു കാട്ടിൽ വന്നു കേട്ടോ. മേളിൽ കോടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, വലിയൊരു മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത് വന്ന റൂട്ടിനകത്താണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഇരിക്കണം. അപ്പോൾ വണ്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ നമ്മൾ തിരിച്ച് ഒരുപാട് നമ്മൾ ഓഫ് റോഡ് അടിക്കാൻ വന്നതാണ്. അപ്പോൾ ഓഫ് റോഡ് അടിച്ച സന്തോഷത്തിലും പിന്നെ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ പറ്റാത്ത വിഷമത്തിലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ തിരിച്ചു പോകാൻ പോകണം. അല്ല വേറെ വഴിയില്ല. ഇനി പയ്യെ താഴോട്ടിറങ്ങാം. ആ വ്യൂ പോയിന്റ് തപ്പി നമ്മളിനി അടുത്തൊരു ദിവസം എന്തായാലും വരും. നമ്മൾ അടുത്ത ദിവസം വരും, തപ്പി ആ സ്ഥലം കണ്ടുപിടിക്കും. ഇന്ന് നമ്മൾ കുറേ കറങ്ങി. അയ്യോ അങ്ങനെ കുറച്ച് ഓഫ് റോഡ് അടിച്ചു. പക്ഷേ ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമത്തിലാണ്. കാരണം ആ വ്യൂ പോയിന്റ് അതുവരെ വണ്ടി കയറും. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. നമ്മളെന്തായാലും അടുത്ത ദിവസം നിങ്ങളെ കാണിക്കാം. ലെനു എങ്ങനെ പുറകെ ഇരിക്കണ്ടാ? ഞാനിവിടെ ടാസ്ക് പിടിച്ചിട്ടുണ്ട്. കേട്ടില്ല, ഇവൻ്റെ കുണ്ടിക്ക് നല്ല MRFൻ്റെ ഗ്രിപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല നൈസായിട്ടിരിക്കാം. അയ്യോ അതുകൊണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് നമ്മൾ മുകളിലോട്ടാണ് പോയി നോക്കിയത്. അവിടെ പോയിട്ട് നടന്നില്ല. ഈ വഴിക്കും പോയി നോക്കി. ഇനി അങ്ങോട്ട് ഫുള്ള് ടാറാണ്. നമുക്ക് താഴോട്ടിറങ്ങാം. എവിടെ എന്തോ പക്ഷെ ചോദിക്കാൻ ഒരൊറ്റ ആളുമില്ല. അതാണ് വേറൊരു സീൻ ഇതിനകത്ത്. ഇത് അടുത്ത ദിവസം രാവിലെ ഉണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇച്ചിരി നൈറ്റായി വീടെത്തിയപ്പം, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ പോയ സ്ഥലം, ആ സ്ഥലം വന്നിട്ട് നമ്മൾ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലം പറയാണ്, വേറൊരാളോട് ചോദിക്കുമ്പോൾ വേറൊരു സ്ഥലം പറയാൻ. ഒരു ടാസ്ക് സ്ഥലമായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ ആരും പറയണില്ല. ഓരോരുത്തർ ഓരോ സ്ഥലമൊക്കെ പറയണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലഞ്ഞ് പിന്നെ 2-3 ഓഫ് റോഡ് അടിക്കാൻ പറ്റി. ആ വ്യൂ പോയിന്റ് കറക്റ്റ് നമ്മൾ നോക്കിപ്പോയ ലൊക്കേഷനിൽ നമുക്ക് എത്താൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഒന്നുകൂടെ തപ്പി അവിടെ ആ ലൊക്കാലിറ്റി തന്നെ ഒരുപാട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം നമുക്കിനി അടുത്ത് എന്തായാലും പോവാം. ഇവിടെ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നെയ്യാറ്റിൻകര ടൗണിനടുത്ത്. നോക്കെ എന്തായാലും ഔട്ട്ഡോർ സെറ്റാക്കി ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാൻ ഓർത്ത്. ഇപ്പം വേറെ ഒന്നും പറയില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ചെറിയ ഡിസ്ട്രിക്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്ട്രിക്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത് നോക്കണം.